Hi friends, today we are going to discuss a beautiful another chapter. അല്ലെ, നമ്മൾ ഓൾറെഡി ഇപ്പോ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ പഠിച്ച ചാപ്റ്റർ എന്തായിരുന്നു? പ്രകൃതി മനുഷ്യനെ സ്നേഹിച്ച ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ പ്രകൃതി മനുഷ്യനെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്യുന്നത് അല്ലെ. എന്തല്ല, ഈ പ്രകൃതി മനുഷ്യന് സ്നേഹത്തിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില സമയത്ത് പ്രകൃതി എന്താണ്? ഒരു ടീച്ചറാണ് അല്ലെ. ചില സമയത്ത് എന്താണ്? നമുക്കൊരു മോട്ടിവേറ്റർ ആയിരിക്കും അല്ലെ. നമ്മളെ നയിക്കുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളായിരിക്കും ചില സമയത്ത് പ്രകൃതി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. പ്രകൃതി എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, പ്രകൃതി എങ്ങനെയാണ് നമുക്കൊരു ടീച്ചർ ആവുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ആണ് എ ഡേ ഇൻ ദ കൺട്രി അല്ലെ. എന്താണ് കൺട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാമമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഗ്രാമത്തിലെ ഒരു ദിവസം, ഓക്കെ, ഒരു വില്ലേജിലെ ഒരു ദിവസം നോക്കാം. നേച്ചർ ഹാസ് ഓൾവേസ് ബീൻ എ മോട്ടിവേറ്റർ അല്ലെ. പ്രകൃതി നമ്മളെപ്പോഴും എന്താണ്? ഒരു മോട്ടിവേറ്റർ ആണ് അല്ലെ. നമുക്കൊരു പ്രേരണക്കാരൻ എന്നൊക്കെ പറയാം അല്ലെ. ഒരു മോട്ടിവേറ്റർ ആണ് നമുക്ക്. ആൻഡ് ഗൈഡ്, നമ്മുടെ ഒരു ഗൈഡ് ആണ് അല്ലെ, ഒരു ഉപദേശകനാണ്. ടീച്ചർ, നമുക്കൊരു ടീച്ചർ ആയിരിക്കും. ആൻഡ് ഓൾസോ എ മെന്റർ ഫോർ മാൻ അല്ലെ, നമ്മളെ നയിക്കുന്ന ആളുകൾ. ഇങ്ങനെ മോട്ടിവേറ്ററോ ഗൈഡോ ടീച്ചർ മെന്റർ ഇങ്ങനെയുള്ള പല റോളുകളും ഈ പറഞ്ഞ പ്രകൃതി നമുക്ക് ചില സമയത്ത് ചെയ്യാറുണ്ട് അല്ലെ. റീഡ് എ സ്റ്റോറി അബൌട്ട് ഹൗ നേച്ചർ ഇൻഫ്ലുവൻസ് എ മാൻ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നേച്ചർ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ. ഒരു വ്യക്തിയെ എങ്ങനെയാണ് പ്രകൃതി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ റൈറ്റർ, ഓക്കെ, മോട്ടിവേറ്റർ മീൻസ് റൈറ്റർ. ദ Anton Pavlovich Chekhov was a Russian physician and writer who is considered to be among the greatest writer of the short stories. അദ്ദേഹം എന്താണ്? റഷ്യൻ റൈറ്റർ ആണ്, ഫിസിഷ്യൻ ആണ്, അതുപോലെ തന്നെ അദ്ദേഹത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. His career as a dramatist produced 4 classics and his best short stories are held in high esteem by writers and critics. അദ്ദേഹം ഒരു ഡ്രാമാറ്റിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കരിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 4 ഫേമസ് ആയിട്ടുള്ള ക്ലാസിക്സ് ഈ ഒരു മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹിസ് ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറീസ്, അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് ഒക്കെ അദ്ദേഹത്തിന് ഒരു വലിയ സെൽഫ് എസ്റ്റീം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, and Chekhov is often referred to as one of the 3 seminal figure of the early modern theatre അല്ലെ. early modern theatreലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് അദ്ദേഹം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, റൈറ്ററെ കുറിച്ച് അത്രത്തോളം ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല അല്ലെ. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് റൈറ്ററെ കുറിച്ച് അറിയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ട് കിടക്കാം. ബിറ്റ്വീൻ 8 and 9 o'clock in the morning അല്ലെ. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ബിറ്റ്വീൻ 8 and 9 o'clock in the morning, ഒരു 8 മണിന്റെയും 9 മണിന്റെയും ഇടയിലായിട്ട് ഒരു മോർണിംഗിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, എ ഡാർക്ക് leaden colored mass is creeping over the sky towards the sun അല്ലെ. ഒരു ഡാർക്ക് ആയിട്ടുള്ള, വളരെ ഡാർക്കായിട്ട് കളറുള്ള, ഇരുണ്ട കളറുള്ള ഒരു വസ്തു, എന്തോ ഒരു വസ്തു, ഇരുണ്ട കളറുള്ള ഒരു വസ്തു, മീൻസ് ഇവിടെ കാർമേഘമാണ്. അത് ക്രീപ്പിംഗ് ഓവർ ദ ടുവേഴ്സ് സൺ, ആകാശത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ട് അത് എവിടേക്കാണ് പോകുന്നത് മക്കൾ? അതിങ്ങനെ പടർന്ന് പന്തലിച്ച് പോവുകയാണ്. സണ്ണിന് നേരെ, സൂര്യന് നേരെ പോവുക. ഈ സൂര്യന് നേരെ മേഘം പോവുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അവിടെ എന്താണ്? സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പക്ഷെ നല്ലൊരു കാർമേഘം ഇങ്ങനെ സൂര്യന് നേരെ പോകുക. കാരണം സൂര്യൻ ഇങ്ങനെ പോകുന്ന കാർമേഘം ഇങ്ങനെ മൂടുകയാണ് അല്ലെ. സണ്ണിന് നേരെ പോകുക കാരണം സണ്ണിനെ മറക്കാൻ പോവാണ്. മീൻ കാർമേഘം ആകാശത്ത് പടരാൻ പോവുകയാണ് എന്ന അർത്ഥത്തിൽ. ഓക്കെ, there is a sound of far away rumbling അല്ലെ. ദൂരെ നിന്ന് ഒരു റംബ്ലിംഗ് സൗണ്ട് കേൾക്കുന്നത്. റംബ്ലിംഗ് പറഞ്ഞാൽ ഇടിയൊക്കെ പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ് കേട്ടോ. അപ്പൊ ദൂരെ നിന്ന് നമുക്കൊരു റംബ്ലിംഗ് സൗണ്ട് കേൾക്കാം. A warm wind frolics over the grass, bends the trees and stirs up the dust. ഒരു വാം വിൻഡ്, ഒരു ചെറിയ ചൂടുള്ള കാറ്റ്, ഫ്രോളിക്സ് ഓവർ ദ ഗ്രാസ്, പുല്ലുകളുടെ മുകളിലൂടെ പോയി എന്നാണ്. പക്ഷെ ഫ്രോളിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയാ, ചെറുതായിട്ട് കുസൃതിയൊക്കെ കാട്ടിക്കാണ്ട് ഒരു ബുദ്ധിമുട്ടിക്കൂല്ലേ ചില ആളുകൾ. ഇക്ലി കുടിക്കുക, കുസൃതി കാണിക്കുക, ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെ അതിനാണ് ഈ ഫ്രോളിക്സ് അറിയാം. അപ്പൊ ഈ ചെടികളുടെ മുകളിലൂടെ ഇങ്ങനെ തൈകി പോയത് ഇങ്ങനെ ഒരു കുസൃതി പോലെയായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോ വാം വിൻഡ് ഗ്രാസുകളുടെ മുകളിലൂടെ തഴുകി പോയിട്ട് ബെൻസ് ട്രീസ്, അത് എന്ത് ചെയ്യുന്നുണ്ട്?
മരങ്ങളെ വളക്കുന്നുണ്ട്. ആൻഡ് സ്റ്റിർ അപ്പ് ദ ഡെസ്ക്, പൊടി മൊത്തം പാറ്റുന്നുണ്ട്. പൊടി പാറ്റി പൊടിയൊക്കെ ആകെ പാറി മരങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞ്, ഓക്കെ മനസ്സിലായോ? മരങ്ങളൊക്കെ വളഞ്ഞ് പുല്ലുകളുടെ മുകളിലൂടെയൊക്കെ തഴുകി ഒരു ചൂട് കാറ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഇൻ എ മിനിറ്റ് there will be a rain and a real storm will, അല്ലെ? മിനിറ്റുകൾക്കുള്ളിൽ നല്ല മഴയും നല്ല കൊടുങ്കാറ്റും വരാനുള്ള സാധ്യതയുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ ഇപ്പൊ എന്ത് വരും? നല്ല കൊടുങ്കാറ്റും നല്ല മഴയും വരും എന്നാണ് പറയുന്നത്. ഫോയ്ക്ല എ ലിറ്റിൽ ഗേൾ. എന്താണ് ഫോയ്ക്ല? അല്ലെ, ഫോയ്ക്ല എന്നൊക്കെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആയിട്ട് അതിന്റെ സ്പെല്ലിംഗ് കിട്ടുന്ന രീതിക്ക് വേണം കേട്ടോ അത് പറയാന്. ഓക്കെ, അപ്പൊ ഫോയ്ക്ല എ ലിറ്റിൽ ഗേൾ ഓഫ് 6 ഈസ് റണ്ണിങ് ത്രൂ ദ വില്ലേജ് ലുക്കിംഗ് ഫോർ ടെറൻഡി ദ കോബ്ലർ. അല്ലെ, നമ്മുടെ 6 വയസ്സുള്ള ഫോയ്ക്ല എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി, അവൾ ഓടുകയാണ് വില്ലേജിലുള്ള. ആരന്വേഷിച്ചിട്ടാണ് ഓടുന്നത്? ടെറൻഡി എന്ന് പറയുന്ന അവരുടെ അങ്കിള് ടെറൻഡി എന്ന് പറയുന്ന അങ്കിള് ഒരു കോബ്ലറാണ്, ഒരു ചെരുപ്പ് കുത്തിയാണ് കേട്ടോ, ഒരു കോബ്ലറാണ്. അവരെ അന്വേഷിച്ചുകൊണ്ട് വില്ലേജിലൂടെ ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. The white haired barefoot child is pale. വെള്ള മുടിയുള്ള അവള് barefoot ആണ് കേട്ടോ, കാലിലൊന്നുമില്ല, നഗ്നപാതയാണ്, കാലിലൊന്നും ധരിച്ചിട്ടില്ല. ഷീസ് പെയിൽ, അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിളറിയിട്ടുണ്ട് അല്ലെ. ആ വൈറ്റ് മുടിയുള്ള അതേപോലെ തന്നെ കാലുകളിലൊന്നും ധരിക്കാത്ത നമ്മുടെ ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ആകെ വിളറിയിട്ടുണ്ട്. ഹെർ ഐസ് ആർ വൈൽഡ് ഓപ്പൺ. നമ്മളില്ലേ പേടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ കണ്ണൊന്ന് പുറത്തോട്ട് തള്ളി എന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ വൈൽഡായിട്ട് കണ്ണുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഹെർ ലിപ്സ് ആർ ട്രംബ്ലിങ്. അവരുടെ ചുണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിറക്കുന്നുണ്ട് പേടിച്ചിട്ട്. അതേപോലെ കുറെ നേരമായാലും അന്വേഷിക്കും, അപ്പൊ എന്തെങ്കിലും കാര്യം ഭീതി ഉണ്ടാവും, അപ്പൊ അതിന്റെ ഒരു പേടിയൊക്കെ അവളുടെ ചുണ്ടുകളിലൊക്കെ ഉണ്ട്. അങ്കിൾ വെർ ഇസ് ടെറൻഡി? ഷീ ആസ്ക് എവരിവൺ ഷീ മീറ്റ്സ്. അവൾ മീറ്റ് ചെയ്ത്, അവൾ കണ്ടുമുട്ടിയ എല്ലാവരോടും അവൾ എന്ത് ചോദിച്ചു? അങ്കിൾ ടെറൻഡിയെ കണ്ടിട്ടുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഓക്കെ, നോ വൺ ആൻസേഴ്സ്. ആരും തന്നെ എന്ത് ചെയ്തില്ല? മറുപടി കൊടുത്തില്ല. ദേ ആർ ഓൾ preoccupied with the approaching storm and take refuge in their hearts. അല്ലെ, എല്ലാവരും എന്തിന്റെ തിരക്കിലായിരുന്നു? തയ്യാറെടുക്കുകയായിരുന്നു. എന്തിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്റ്റോമിനെ, വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള കുടിലുകളിൽ എത്തിച്ചേരാനുള്ള ധൃതിയിലായതുകൊണ്ട് തന്നെ ആരും തന്നെ എന്ത് ചെയ്തില്ല മക്കളെ? മറുപടി കൊടുത്തില്ല. At last, അവസാനം ഷീ മീറ്റ്സ് ടെറൻഡി ബോസം ഫ്രണ്ട്. എന്താ ബോസം എന്ന് പറഞ്ഞാൽ? ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനാണ് നമ്മൾ ബോസം ഫ്രണ്ട്സ് എന്ന് പറയാം കേട്ടോ. അപ്പൊ അവസാനം അവൾ ആരെ മീറ്റ് ചെയ്തു? ടെറൻഡിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൾ മീറ്റ് ചെയ്തു. അങ്കിൾ വെർ ഇസ് ടെറൻഡി? at the kitchen garden, answers he. അല്ലെ, അവൾ ചോദിച്ചു അങ്കിൾ ടെറൻഡി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? കിച്ചൺ ഗാർഡനിലുണ്ട് എന്ന് മറുപടി കൊടുത്തു. The girl runs behind the huts to the kitchen garden. അവൾ ഹട്ടിന്റെ പിന്നിലൂടെ ഓടി, അല്ലെ, ആ കുടിലിന്റെ പിന്നിലൂടെ അവൾ ഓടി എങ്ങോട്ട്? കിച്ചൺ ഗാർഡനിലോട്ട്. And there finds ടെറൻഡി. അവൾ അവിടെ ആരെ കണ്ടു? ടെറൻഡിയെ കണ്ടു. ഓക്കെ, and the tall old man with a thin, വളരെ നീളമുള്ള ഒരു മനുഷ്യൻ, മെലിഞ്ഞിട്ടുള്ള, and pock marked ഫേസ്. പോക്ക് മാർക്കഡ് പറഞ്ഞ എന്താ? നമ്മൾ ഈ പാടുകൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മള് അസുഖങ്ങളൊക്കെ വരുമ്പോ മുഖത്ത് പാടുണ്ടാവും അല്ലെ, നമ്മള് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോ മുഖത്ത് പാടുണ്ടാവും അല്ലെ, അങ്ങനെ എന്തുണ്ട്? പോക്ക് മാർക്കഡ് ഫേസ്, മുഖത്ത് പാടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള അസുഖം വന്നതിന്റെ പാടുകളുണ്ട്. വെരി ലോങ് ലെഗ്സ്, നീളമുള്ള കാലുകളാണ്. ആൻഡ് ബെയർ ഫുട്ട്, എന്താണ്? നഗ്നപാതയാണ് അല്ലെ, ഒന്നും ധരിച്ചിട്ടില്ല കാലുമേ. ഡ്രസ്ഡ് ഇൻ എ വുമൻസ് ടാറ്റേഡ് ജാക്കറ്റ്സ്, അല്ലെ, പെൺകുട്ടികൾ ഇടുന്ന, വുമൻസ് ഇടുന്ന, സ്ത്രീകൾ ഇടുന്ന ഒരു കീറിയ ജാക്കറ്റ് ആണ് ധരിച്ചിട്ടുള്ളത്. ഈ സ്റ്റാൻഡിങ് നിയർ ദ വെജിറ്റബിൾ പ്ലോട്ട് ആൻഡ് ലുക്കിംഗ് വിത്ത് എ ഡ്രൗൺസി ഐസ് അറ്റ് ദ ഡാർക്ക് സ്റ്റോം ക്ലൗഡ്. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വെജിറ്റബിൾ പ്ലോട്ടിന്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ മങ്ങിയ ഡ്രൗൺസി ആയിട്ട് ഉറക്കം തൂങ്ങിയിട്ടുള്ള, അതിനാണ് ഈ ഡ്രൗൺസി എന്ന് പറയാം അല്ലെ, ഉറക്കം തൂങ്ങിയ ആ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ആ ഡാർക്ക് സ്റ്റോം ഉണ്ടല്ലോ, ആകാശത്ത് ഇരുണ്ട് കൂടിയിട്ടുള്ള ആ ക്ലൗഡ് ഉണ്ടല്ലോ, ആ ക്ലൗഡിനെ ഇങ്ങനെ നോക്കുകയാണ്. on his long crane legs like he was in the wind. അല്ലെ, അദ്ദേഹത്തിന്റെ കൊക്കിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ കാലുകൾ, കൊക്കിന്റെ കാല് കണ്ടിട്ടില്ലേ, ഭയങ്കര നീളമാണ് അല്ലെ, അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ കാലുകൾ ഈ കാറ്റത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഇളകുന്നുണ്ട്. ഓക്കെ, അങ്കിൾ ടെറൻഡി, ദ വൈറ്റ് ഹെഡഡ് ഗേൾ അഡ്രസ്ഡ് ഹിം. എന്താണ് വൈറ്റ് ഗേൾ അഡ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് അവള് പോയിട്ട് എന്ത് വിളിച്ചു? അങ്കിൾ ടെറൻഡി, ടെറൻഡി അങ്കിളെ എന്ന് വിളിച്ചു. അങ്കിൾ മറുപടി കൊടുക്കുകയാണ്, അങ്കിൾ ഡാർലിംഗ്
ടെറൻഡി ബെൻസ് ഡൗൺ ടു ഫോയ്ക്ല അല്ലെ, ഡാർലിംഗ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലെ, വളരെ സ്നേഹത്തോടെയാണ് അല്ലെ വിളിക്കുന്ന, പ്രിയപ്പെട്ടവളെ എന്ന് വിളിക്കുക അല്ലെ. എന്നിട്ട് ബെൻ ഡൗൺ ടു ഫോയ്ക്ക, ഫോയ്ക്കയുടെ അടുത്തോട്ട് ഇങ്ങനെ കുനിഞ്ഞു. ആൻഡ് ഹിസ് ഗ്രിം ഫേസ് വാസ് ഓവർ സ്പ്രെഡ് വിത്ത് എ സ്മൈൽ, അദ്ദേഹത്തിന്റെ മങ്ങിയ ആ മുഖത്ത്, ആ ഗ്രിമ്മായിട്ടുള്ള മങ്ങിയ ഹാർഷായിട്ടുള്ള ആ ഫേസിൽ എന്ത് വന്നു? ചിരി പടർന്നു. ഓവർ സ്പ്രെഡ് പറഞ്ഞാൽ ചിരി പടരുക. ഓക്കെ, സ്മൈല് പടർന്നു. എങ്ങനെ? such as come to people faces when they look at something little foolish and absurd but warmly loud. അല്ലെ, എങ്ങനെയാണ് ആ ചിരി എന്നാണ് പറയുന്നത്? ചില ആളുകളുടെ മുഖത്ത് ആരെ കാണുമ്പോൾ സംതിങ് ലിറ്റിൽ, എന്തെങ്കിലും ചെറുതായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വിഡ്ഢിത്തം നിറഞ്ഞ് അബ്സർവ് ആയിട്ടുള്ള അല്ലെ, കുട്ടിത്തം സ്വഭാവമുള്ള വിഡ്ഢിത്തം നിറഞ്ഞ ഒരു പൊട്ടത്തരമുള്ള എന്തെങ്കിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത്, ആളുകളുടെ മുഖത്ത് വരുന്ന ഒരു ചിരിയുണ്ട് അല്ലെ. അങ്ങനെ ഒരു ചിരിയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്ത് വന്നത്. നമുക്കൊക്കെ വരാറില്ലേ, ചെറിയ കുഞ്ഞു മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ കളിച്ചോണ്ടിരിക്കും, നമ്മളതിങ്ങനെ സീരിയസ് ആയിട്ടിരുന്നിട്ടാണ് കാണാം അല്ലേ, നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ചിരി വരും അല്ലെ. അവിടെ ആ കുഞ്ഞു കുസൃതിയെ കാണുമ്പോൾ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ലിറ്റ് ആയിട്ടുള്ള ചെറിയൊരു വിഡിത്ത് അബ്സർവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വരും. അതുപോലെ ഒരു പുഞ്ചിരിയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നത് ബട്ട് ഫാമിലിയിൽ അവിടെ. അങ്ങനെ നമ്മൾ അങ്ങനെ വിഡിത്തമായിട്ടുള്ള കാര്യമാണെങ്കിലും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം അല്ലെ, വെറുതെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കോമഡി ആയിട്ട് കാണാൻ നമ്മൾ ചിലപ്പോൾ ചിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തായിട്ട് നമ്മൾ ചിരിക്കാറില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലെ, ഇഷ്ടപ്പെടുന്ന ഒരാള് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ലിറ്റിൽ ആയിട്ട് എന്തെങ്കിലും വെഡിത്തോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിരിക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഒരു ചിരിയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തും വന്നത്. ഫോയ്ക്ല he says listening tenderly where have you coming from? ഓക്കെ, അദ്ദേഹം വളരെ ചോദിക്കാണ് ഫോയ്ക്ല. എന്നിട്ട് അദ്ദേഹം വളരെ കൊഞ്ചിക്കൊണ്ട്, ലിസ്പിംഗ് പറഞ്ഞാൽ അങ്ങനെ കൊഞ്ചിക്ക, ടെൻഡർലി മീൻസ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്, മൃദുവായിട്ട് അല്ലെ, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് പറയാണ് വെർ ഹാവ് യു കമ്മിങ് ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അങ്കിൾ ടെറൻഡി സേസ് ഫോഗ്ല വിത്ത് എ സോബ്, അവൾ ഇങ്ങനെ വിങ്ങിക്കൊണ്ട് അല്ലെ, ഇങ്ങനെ സോബായിക്കൊണ്ട് ഇങ്ങനെ തേങ്ങിക്കൊണ്ട് അവൾ പറയാണ് ബ്രദർ ധാനിൽക്ക കേട്ടോ, ആളുടെ ബ്രദർ ആണ് ധാനിൽക്ക, അടുത്ത മെയിൻ ക്യാരക്ടർ കേട്ടോ. ധാനിൽക്ക ഹാസ് ഹാഡ് ആൻ ആക്സിഡന്റ്, അവൻ എന്ത് പറ്റിയിട്ടുണ്ട്? ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. കം അലോങ്, എന്റെ കൂടെ വരൂ, അവനൊരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. വാട്ട് ഇസ് സോർട്ട് ഓഫ് ആക്സിഡന്റ്? എന്ത് അപകടത്തിലാ പെട്ടിട്ടുള്ളത്? ഹോ വാട്ട് എ തണ്ടർ, എന്തൊരു ഇടിയാണത്. അപ്പൊ ഇടിയുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ പറയാൻ കേട്ടോ. ഹോളി ഹോളി ഹോളി, എന്താ ഹോളി ഹോളി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയില്ലേ, ഓ മൈ ഗോഡ്, നമ്മൾ ദൈവമേ ദൈവമേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മൾ ദൈവത്തെ വിളിക്കുന്ന പരം അവര് വിളിക്കുന്നതാണ് കേട്ടോ ഹോളിന്ന്. അപ്പൊ നമ്മൾ ഇടിയൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ വിളിക്കാത്ത ഒന്നും ഉണ്ടാവില്ല അല്ലെ, പെട്ടെന്ന് ഇടിയൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ ചെല്ലാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെയാ. അപ്പൊ ഇടി പൊട്ടുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ട് എന്ത് അപകടമാണ്, എന്തൊരു ഇടിയാണിത്, ഹോളി 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 എന്ന് അതിന്റെ ഇടയിലൂടെ പറയാണ്. വാട്ട് എ സോർട്ട് ഓഫ് ആക്സിഡന്റ്, എന്താ ആക്സിഡന്റിലാണ് പെട്ടത്? ഇൻ ദ കോൺസ്കോപ്സ് ഡാനിൽക്ക സ്റ്റക്ക് ഹിസ് ഹാൻഡ് ഇൻ ടു എ ഹോൾ ഇൻ എ ട്രീ. എന്തായിരുന്നു മക്കളെ അപകടം? ദ കൗൺസ്കോപ്പ് പറയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. അവിടെ ഡാനിൽക്ക അവന്റെ കൈയ്യ് ഒരു മരത്തിന്റെ ഹോളിന്റെ ഉള്ളിൽ സ്റ്റെക്ക് ചെയ്തിട്ടുണ്ട്. എന്നാ മരത്തിന്റെ ഹോളിന്റെ ഉള്ളിൽ അവന്റെ കൈ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആൻഡ് ഹി കാൻ ഗെറ്റ് ഇറ്റ് ഔട്ട്, അവനത് പുറത്തോട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. കം അലോങ് അങ്കിൾ, ഡു ബി കൈൻഡ് ആൻഡ് പുൾ ഹിസ് ഹാൻഡ് ഔട്ട്. എന്റെ കൂടെ വരൂ അങ്കിൾ, നമുക്ക് അവനെ പോയി സഹായിക്കാം, അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാം. ഹൗ വാസ് ഇറ്റ് ഹി പുട്ട് ഹിസ് ഹാൻഡ് ഇൻ, എങ്ങനെയാണ് അവന്റെ കൈ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഫോർ, എങ്ങനെയാണ് അവന്റെ കൈ അതിൽ കുടുങ്ങിയത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം. He wanted to get a cuckoo's egg out of the hole for me. അവൻ എന്തിനാണ് അതിലോട്ട് കൈയിട്ടത്? കുയിലിന്റെ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട്. ആർക്ക്? എനിക്ക് വേണ്ടിയിട്ട് കുയിലിന്റെ മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പൊത്തിലോട്ട് കൈയിട്ടത്. The day has hardly begun and already you are in trouble. അല്ലേ, the day has hardly begun. ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ, ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓൾറെഡി യു ആർ ഇൻ ട്രബിൾ, അപ്പോഴത്തേന് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പ്രശ്നത്തിൽ പോയിപ്പെട്ടു. അപ്പോഴത്തേന് നിങ്ങൾ എന്തോ ഒരു പ്രശ്നം ഒപ്പിച്ചു. നമ്മൾ അങ്ങനെ പറയില്ലേ, ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേന് ഒപ്പിച്ച് എന്തെങ്കിലും പ്രശ്നം പറയില്ലേ, ആ ഒരു ഡയലോഗാണ് കേട്ടോ. ടെറൻഡി ഷൂക്ക് ഹിസ് ഹെഡ് പറഞ്ഞിട്ട് ടെറൻഡി അദ്ദേഹത്തിന്റെ തല എങ്ങനെ ഇളക്കി.
Terendi comes out of the kitchen garden and begins to striding down to the village street. Terendi kitchen garden വന്നിട്ട് വില്ലേജിലൂടെ നടന്നു പോവാണ്. സ്ട്രൈഡിങ് ഡൗൺ പറഞ്ഞാൽ എന്താ വെച്ചാണ് വലിഞ്ഞു വെച്ച് നടക്കുക, സ്പീഡിൽ കാലുകൾ എടുത്ത് നീട്ടി നീട്ടി വെച്ച് നടക്കില്ലേ, അതിനാണ് സ്ട്രൈഡിങ് ഡൗൺ എന്ന് പറയുന്നത്. He walks quickly without stopping or looking from the side to side. വളരെ സ്പീഡിൽ നടക്കുകയാണ്, വളരെ പെട്ടെന്ന് നടക്കുകയാണ്, അങ്ങോട്ട് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, ഒട്ടും നിർത്താതെ വളരെ സ്പീഡിൽ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊന്നുമില്ല, നല്ല സ്പീഡിൽ വെച്ച് നടക്കുകയാണ്. ഫോയ്ക്ല ഹാഡ്ലി കീപ് അപ്പ് വിത്ത് ഹിം. നമ്മുടെ ഫോയ്ക്ലക്ക് എന്തുണ്ട്, നമ്മുടെ ഫോയ്ക്ലക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എത്തിപ്പെടാൻ. കാരണം ആള് വലിയ സ്പീഡിലും, മോൾക്ക് 6 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവരുടെ കൂടെ എത്തിപ്പെടാൻ, നടന്ന് എത്തിപ്പെടാൻ. The clouds have by now covered the sun and soon afterward there is not a speck of blue left in the sky. It grows dark. അല്ലെ, ഇവിടെ പിക്ചർ കാണുന്നുണ്ടോ, ടെറന്റിയും ഫോയ്ക്ലയും പോവാണ് കേട്ടോ. The clouds have by now covered the sun. അല്ലെ, ഇവിടെ മേഘപ്പ് എന്ത് ചെയ്തു, സൂര്യനെ പൂർണ്ണമായിട്ടും മൂടി കഴിഞ്ഞിരിക്കുന്നു. അല്ലെ, സണ്ണിനെ കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യനെ പൂർണ്ണമായിട്ടും മേഘം മൂടി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് soon after there is not a speck of blue left in the sky. അല്ലെ, ആകാശത്ത് ഇപ്പൊ ഒരു നീലിമയുടെ പ്രകാശം പോലും എന്തില്ല, ഒരു നീല പ്രകാശം, ആ സ്പാർക്ക് പോലും ഇപ്പൊ ആകാശത്ത് അവശേഷിക്കുന്നില്ല. ഇറ്റ് ഗ്രോസ് ഡാർക്ക്. എല്ലാം എന്തായിരിക്കുന്നു, ഇരുട്ടിൽ മൂടിയിരിക്കുന്നു. ഹോളി 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 വിസ്പേഴ്സ് ഫോക്ല. ഫോക്ലേവ് എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. ഇടിയും ഇരുണ്ടും മൂന്നൊക്കെ പാടെ കണ്ടപ്പോ മോള് പേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ദൈവത്തെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഹറി ആഫ്റ്റർ ടെറന്റി, ഇങ്ങനെ വിളിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ ടെറന്റിയുടെ കൂടെ പോവാണ് അല്ലെ. ഹറിയിങ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സ്പീഡിൽ ഒരാളെ പിന്തുടരുക. ഓക്കെ. The first rain drops big and heavy like dark dots on the dusty road. അല്ലെ, റോഡ് പൊടി പിടിച്ചു നിൽക്കുന്ന, പൊടി പിടിച്ച് പടർന്നു നിൽക്കുന്ന റോട്ടിലോട്ട് വലിയ വലിയ ഡോട്ടായിട്ട്, വലിയ വലിയ എന്തായിട്ട് ഹോള് പോലെ ഇങ്ങനെ വന്ന് വീയാണ് അല്ലെ. വലിയ വലിയ വട്ടം പോലെ വലിയ വലിയ ഡോട്ട്സുകളായിട്ട്, ഡാർക്കുള്ള ഡോട്ടുകളായിട്ട് ഇങ്ങനെ പൊടി പിടിച്ചെടുത്ത് ഇങ്ങനെ വീയുമ്പോ എന്താവും, അതിങ്ങനെ ചുറ്റുപാട് പൊടി ഇങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു വെള്ളത്തുള്ളി ഇങ്ങോട്ട് വീയുമ്പോ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വളരെ ബിഗ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫസ്റ്റ് ട്രെയിൻ എന്ത് ചെയ്തു, താഴോട്ട് വീയാണ്. അത് എങ്ങനെയാണ് വീയുന്നത്, പൊടി പിടിച്ച റോട്ടിലോട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ ഉറ്റി ഇങ്ങനെ വീയാണ്. എ ബിഗ് ഡ്രോപ്പ് ഫോൾസ് ഓൺ ഫോക്സ്ല ചീക്ക് ആൻഡ് glides like a tear down her chin. അപ്പൊ ഒരു വലിയ മഴത്തുള്ളി എന്ത് ചെയ്തു, ഫോയ്ക്കയുടെ ചീക്കിലോട്ട് വന്ന് ഉറ്റിയിട്ട് അത് ക്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മളിങ്ങനെ ഉറ്റി വീയില്ലേ, അതിനാണ് ക്ലൈഡ് ലൈക്ക് എ ടിയർ ഡൗൺ ഹെർ ചിൻ. അതിങ്ങനെ താഴോട്ട് എങ്ങനെയാ ഉറ്റി വീഴുന്നത്, അവളുടെ ചിന്നിലൂടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് പോലെ അതിങ്ങനെ താഴോട്ട് ക്ലൈഡ് ചെയ്തു. The rain has begun, muttered the cobblers. കോബ്ലർ എന്ത് ചെയ്യാണ്, കോബ്ലർ പിറുപിറുക്കാണ്. ഓ, മഴ തുടങ്ങിയിരിക്കുന്നു. That's fine, ഫോഗ്ല. അത് കുഴപ്പമില്ല ഫോഗ്ല. Little girl, the grass and the trees are fed by the rain. മരങ്ങളും ചെടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മഴ കുതിർത്തിയിട്ടുണ്ട്. As we are by bread, നമ്മള് ബ്രെഡ് കഴിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത് എന്നാ പറഞ്ഞിട്ടുള്ളത്. The grass and trees are fed by the rain. മരങ്ങളും ചെടികളൊക്കെ മഴ എങ്ങനെയാണ് വളർത്തുന്നത്, മഴ വളർത്തുക മഴ വെള്ളം കുടിച്ചിട്ടാണ് അവർ വളരുന്നത് എന്നുള്ള അർത്ഥത്തില കേട്ടോ. എങ്ങനെ നമ്മൾ ബ്രെഡ് കഴിച്ച് വളരുന്ന പോലെ മഴവെള്ളം കൊണ്ടാണ് ഈ ട്രീകളും മരങ്ങളും എല്ലാം വളരുന്നത്. ആൻഡ് ആസ് ഫോർ ദ തണ്ടർ ഡോണ്ട് ബി ഫ്രൈറ്റൻഡ്. ഇടി പൊട്ടുന്നത് കേട്ടിട്ട് ഇനി എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. ലിറ്റിൽ ഗേൾ, വൈ ഷുഡ് ഇറ്റ് കിൽ എ ലിറ്റിൽ തിങ് ലൈക്ക് യു. നിന്നെ പോലെ ഒരു ചെറിയ വസ്തുവിനെ എന്ത് ചെയ്യാനാണ്, എന്ത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ആ ഇടിക്ക് എന്നാണ് പറയുന്നത്. ഇടി നിന്നെപ്പോലെ ഇത്രയും കുസൃതി നേരം, നിന്നെപ്പോലെ ഇത്രയും സീറ്റായിട്ടുള്ള ഒരു ചെറിയ ലിറ്റിൽ ഗേളിന് ആ ഇടി എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. As soon as the rain begins, the wind drops. The only sound is the patter of the rain dropping like fine shot on the young rye and the patched road. അല്ലെ, as soon as പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. The wind drops, അതിന്റെ കൂടെ എന്ത് ചെയ്യാണ്, അപ്പൊ കാറ്റ് നന്നായിട്ട് അടിച്ചിരുന്നില്ല, കാറ്റൊന്ന് കുറഞ്ഞു, മഴ നല്ല സ്ട്രോങ് ആയി. വിൻഡ് ഡ്രോപ്സ് പറഞ്ഞാൽ കുറയുക കേട്ടോ. And the only sound is the patter of the raining drop. ഇപ്പൊ എന്ത് മാത്രമേ കേൾക്കുന്നുള്ളൂ, മഴ നല്ല ഉഷാറിൽ വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ലൈക്ക് എങ്ങനെ, ഫൈൻ ഷോട്ട് യങ് റയർ ആൻഡ് ദ പാർച്ച്ഡ് റോഡ്. അല്ലെ, വരണ്ട റോഡിലൂടെയും അതുപോലെ തന്നെ വരകി ചെടികൾ കേട്ടോ,
വരക് ചെടികളുടെ മുകളിലൂടെയും അതേപോലെ തന്നെ പാർച്ചഡ് റോഡിലൂടെയും വരണ്ട റോട്ടിലൂടെയൊക്കെ മഴവെള്ളം വീഴുന്ന ആ ശബ്ദം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇപ്പോ കേൾക്കുന്നുള്ളൂ. We shall get soaked ഫോയിക്ല matters ടെറൻഡി, നമ്മൾ പൂർണ്ണമായിട്ടും നനഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ടെറൻഡി പെറുപെറുക്കുകയാണ്. There won't be a dry spot left on us. ഇവിടെ എന്തില്ല, ഇവിടെ ഇനി വരണ്ടു നിൽക്കുന്ന ഉണങ്ങിയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഒന്നും തന്നെ ഇവിടെ അവശേഷിക്കുന്നില്ല. ഹോ ഹോ മൈ ഗേൾ, എന്റെ പെൺകുട്ടി അല്ലെങ്കിൽ എന്റെ സുന്ദര കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇറ്റ്സ് എ റൺ ഡൗൺ ബൈ നെക്ക്, അതെന്റെ കഴുത്തിലൊക്കെ മൂടിയിരിക്കുന്നു, കാരണം തന്നെ ഫുൾ നനച്ചിരിക്കുന്നു. ബട്ട് ഡോണ്ട് ബി ഫ്രൈറ്റൻഡ്, പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. സില്ലി, ദ ഗ്രാസ് വിൽ ബി ഡ്രെയിൻ അഗൈൻ, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യും, ഈ ഇലകളൊക്കെ ഈ പുല്ലുകളൊക്കെ വീണ്ടും ഉണങ്ങും. ദ എർത്ത് വിൽ ബി ഡ്രൈ അഗൈൻ, ഭൂമിയും വീണ്ടും ഉണങ്ങും. ആൻഡ് വി ഷാൽ ബി ഡ്രൈ അഗൈൻ, നമ്മളും എന്ത് ചെയ്യും, പിന്നെ വീണ്ടും ഉണങ്ങും. There is the same sun for us all, കാരണം നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു സൂര്യനാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാട്ടോ. അപ്പൊ മഴ കൊണ്ട് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്, പക്ഷെ വിഷമിക്കേണ്ട, ഭൂമി ഉണങ്ങും, ഇലകൾ ഉണങ്ങും, ചെടികൾ ഉണങ്ങും, നമ്മൾ ഉണങ്ങും, കാരണം നമുക്ക് എല്ലാവർക്കും എന്താണ്, ഒരേ ഒരു സണ്ണാണല്ലോ ഉള്ളത് എന്ന് പറയുകയാണ് കേട്ടോ. A flash of lightning some 14 feet long. A flash of lightning, അല്ലെ, പെട്ടെന്നാണ് ഒരു ലൈറ്റനിങ് വരുന്നത്, ഇടി മിന്നലിന്റെ ഒരു ഫ്ലാഷ് വന്നു. some 14 feet long, ഒരു 14 അടി മുകളിലായിട്ട്. gleams above their head, അല്ലെ, അതെന്ത് ചെയ്യാണ്, ഒരു പ്രകാശം ഒരു 14 അടി മുകളിലായിട്ട് അവരുടെ തലക്ക് മുകളിലായിട്ട് വരികയാണ്. there is a loud peal of thunder, അതിനൊരു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഇടി പൊട്ടുന്ന ശബ്ദവും ഉണ്ട്. and it seems to Foika that is something big, heavy and the round is rolling over the sky and tear it open exactly over her head. ഇത് ഈ ഒരു ഇടിമിന്നല് നമ്മുടെ ഫോൾക്കൊക്കെ എങ്ങനെ തോന്നിയത്, ഒരു വലിയ ശബ്ദത്തോട് കൂടിയിട്ട് വലിയ ബിഗ് ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള എന്തോ ഒരു റൗണ്ടുള്ള സാധനം ഉരുണ്ട് വന്നിട്ട് ആകാശത്തിലൂടെ വന്നിട്ട് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് അവളുടെ തൊട്ട് തലക്ക് മുകളിലായിട്ടാണ് ഇത് നടന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. എന്തോ ഒരു വലിയ സംഭവം വന്ന് പ്രകാശം നന്നായിട്ട് വന്ന് ഇരുണ്ട് മൂടിക്കൊണ്ട് മിന്നലെ വലിയ ശബ്ദത്തിൽ റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് വന്നിട്ട് അവളുടെ തലക്ക് മുകളിൽ ആകാശത്തെ ടിയർ ഔട്ട് ചെയ്യുക, കീറി മുറിച്ചുകൊണ്ട് തൊട്ട് മുകളിലായിട്ട് സംഭവിച്ച പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. ഹോളി 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 സേസ് ടെറൻഡി, വീണ്ടും ഒരു ദൈവത്തെ വിളിക്കുകയാണ്. ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കരുത് ലിറ്റിൽ ഗേൾ, ഡോണ്ട് ബി അഫ്രൈഡ് ലിറ്റിൽ ഗേൾ, നീ പേടിക്കാതിരിക്കും മോളെ. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ സ്പൈറ്റ് ദാറ്റ് ഇറ്റ്സ് എ തണ്ടർ, അല്ലെ, ആ തണ്ടറിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല, അല്ലെ, ആ ഇടിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഓക്കെ, അത് ആ ഇടിക്ക് ആ ഒരു പർപ്പസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതിന് എന്തിനാണ് അത് ചെയ്യേണ്ട ആവശ്യം, അല്ലെ, ആ ഒരു ഇടിക്ക് നമ്മളോട് എന്തില്ല, ഒരു വിരോധവും ഇല്ല, അല്ലെ, ആ ഇടിക്ക് നമ്മളോടൊരു വിരോധവും ഇല്ല, പിന്നെ എന്തിന് നമ്മൾ പേടിക്കണം. Terrandis and Foikla's feet are covered with lumps of the heavy, അല്ലെ, വെറ്റ് ക്ലേ, അല്ലെ, നമ്മുടെ വെറ്റ് ചളി ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഇങ്ങനെ നനഞ്ഞ ചളികള് അവളുടെ നല്ല പോലെ അവരുടെ കാലുകൾ എന്ത് ചെയ്ത് മൂടുകയാണ്. ആരുടെ, നമ്മുടെ ഫോയ്കളുടെയും ടെറന്റിന്റെയും കാല് ഇങ്ങനെ നടന്നു പോവില്ല, അപ്പൊ വലിയ വലിയ ചളികളൊക്കെ ചളിക്കൂമ്പാരങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കാലിങ്ങനെ മൂടുകയാണ്. ഇറ്റ്സ് സ്ലിപ്പറി, അതെ, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, വഴുക്കാണ്, അല്ലെ, ആൻഡ് ഡിഫിക്കൽട്ട് ടു വോക്ക്, നടക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ബട്ട് ടെറൻഡി സ്ട്രൈഡ്സ് ഓൺ മോർ ആൻഡ് മോർ റാപ്പിഡ്ലി, പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ടെറൻഡി എന്ത് ചെയ്യാണ്, വീണ്ടും വലിച്ച് വലിച്ച് നല്ല പോലെ നടക്കുകയാണ്. ദ വീക്ക് ലിറ്റിൽ ഗേൾ ഈസ് ബ്രിത്ത്ലെസ് ആൻഡ് റെഡി ടു ഡ്രോപ്പ്, അല്ലെ, പക്ഷെ നമ്മുടെ പെൺകുട്ടിക്ക് എന്താണ്, അവൾക്ക് ശ്വാസം തന്നെ ശരിക്കും കിട്ടുന്നില്ല, അവൾ ഇപ്പൊ വീയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കേട്ടോ. റെഡി ടു ഡ്രോപ്പ് പറഞ്ഞാൽ എന്താണ്, മങ്ങിയൊരു അവസ്ഥ, വീയാൻ കണ്ടിട്ട് എന്ന് പറയാം, അത്രയും ക്ഷീണിച്ചിട്ടുണ്ട്, അവൾ വീയാനായിട്ടുണ്ട് എന്നൊരു അർത്ഥത്തിൽ. But alas, they go into the Countskopes. പക്ഷെ അങ്ങനെ അവസാനം അവരെവിടെ എത്തി, കൗൺസ്കോപ്പില് അവിടെ എത്തി. The vast trees stirred by gust of the wind drop a perfect waterfall upon them. അങ്ങനെ നനഞ്ഞു നിൽക്കുന്ന മരങ്ങള് കാറ്റടിക്കുമ്പോ എന്ത് സംഭവിക്കുകയാണ്, വലിയ വലിയ വെള്ളപ്പൊക്കം പോലെ. വാട്ടർഫോൾ പറഞ്ഞാൽ എന്താ, വെള്ളപ്പൊക്കല്ല, വെള്ളച്ചാട്ടമാണ്. വാട്ടർഫോൾ പറഞ്ഞാൽ വെള്ളച്ചാട്ടം, ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ ഇവരുടെ തലയിലോട്ട് വരും. നമ്മള് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം,
മരം പോയിട്ട് കുലുക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ തലയോട്ട് വെള്ളം ചാടും. അതേപോലെ കാറ്റിങ്ങോട്ട് ആഞ്ഞടിക്കുമ്പോൾ ഈ ഇലകളിലൊക്കെ ഉള്ള വെള്ളം ഒരു വെള്ളച്ചാട്ടം പോലെ ഇവരുടെ തലയിലോട്ട് വീഴുകയാണ്. ടെറൻഡി സ്റ്റംബിൾസ് ഓവർ സ്റ്റംസ്. ടെറൻഡി സ്റ്റംബിൾസ് ഓവർ സ്റ്റംസ് അല്ലെ, അത് എന്ത് ചെയ്യാണ്? തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അല്ലെ, അവിടെയുള്ള ചളികളും കൂനകളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോവാണ്. ആൻഡ് ബിഗിൻസ് ടു സ്ലാക്കൻ ഹിസ് സ്പേസ്. അതിന് എന്ത് ചെയ്യാണ്? ഒന്ന് പതുക്കെ നടക്കാന്നു. അദ്ദേഹത്തിന്റെ ആ സ്പീഡൊക്കെ എന്ത് ചെയ്തു? ഒന്ന് സ്ലാക്കൻ ചെയ്തു. ഒന്ന് അലസനെ പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പതിയെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. വേർ അബൌട്ട്സ് ഇസ് ഡാനിൽക്ക. എവിടെയാണ് ദാനിൽക്ക? എവിടെയാണ്? ഈ ആസ്ക് ലെറ്റ് മീ ടു ഹിം. അവന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. എവിടെയാണ് ഡാനിൽക്ക എന്നാണ് ചോദിച്ചത്. ഫോയ്ക്ക leads him into a thicket and after going. ഫോയ്ക്ക അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? തിക്കറ്റ് പറഞ്ഞാൽ എന്താ? മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് ഫോയ്ക്ക കൊണ്ടുപോയി. ആൻഡ് ആഫ്റ്റർ ഗോയിങ് എ ക്വാർട്ടർ ഓഫ് മൈൽ ദൂരത്ത് പോയിന്റ്സ് ടു ഡാലിക്ക. ആരെ കാണിച്ചു കൊടുത്തു? ദാ അവിടെ ഡാനിൽക്ക ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. ഹെർ ബ്രദർ എ ലിറ്റിൽ ഫെലോ ഓഫ് 8 അല്ലെ, ഇവിടെയാണ് ഡാനിൽക്കനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. എത്ര വയസ്സാണ്? 8 വയസ്സുള്ള അവളുടെ ബ്രദർ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫോയ്ക്കോട്ട് മുകളിലാണ് കേട്ടോ, താഴെയല്ല കേട്ടോ. അവളുടെ ബ്രദറാണ് അറിയുമ്പോ അവളെക്കാട്ടിലും വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. വിത്ത് ഹെയർ ആസ് റെഡ് ആസ് ഓക്ര അല്ലെ, ഓച്ചറ കേട്ടോ. വിത്ത് ഹെയർ ആസ് റെഡ് ആസ് ഓച്ചറ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ചെമ്മണ്ണാണ് കേട്ടോ. ചെമ്മണ്ണിന്റെ അത്രയും ചുവപ്പ് നിറമുള്ള മുടിയായിട്ടുണ്ട്. ആൻഡ് ദ പെയിൽ സിക്കി ഫേസ്. അവളുടെ മുഖം വിളറിയ മുഖമായിട്ടുണ്ട്, ഇങ്ങനെ വെളുത്ത മുഖമായിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻസ് ലീനിങ് എഗെയിൻസ്റ്റ് എ ട്രീ. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ഒരു മരത്തിന് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. ആൻഡ് വിത്ത് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ്. അവന്റെ ഹെഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടുണ്ട്. ലുക്കിംഗ് സൈഡ് വേ അറ്റ് ദ സ്കൈ അല്ലെ, സ്കൈന്റെ സൈഡിലൂടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇൻ വൺ ഹാൻഡ് ഹി ഹോൾഡ് ഹിസ് ഷാബി ഓൾഡ് ക്യാപ്. അവന്റെ ഒരു കൈ എവിടെ വെച്ചിട്ടുണ്ട്? അവന്റെ ഷാബി ആയിട്ടുള്ള, ഷാബി മീൻസ് എന്താണ്? വളരെ പഴകിയ അവന്റെ തൊപ്പിയിലാണ് അവൻ ഒരു കൈ വെച്ചിട്ടുള്ളത്. അതർ ഈസ് ഹിഡൻ ഇൻ ആൻ ഓൾഡ് ലൈം ട്രീ. മറ്റേത് ഒരു ഓൾഡ് ലൈം ട്രീ, അവിടെയുള്ള ഒരു മരത്തിന്റെ പേരാണ് കേട്ടോ, ഓൾഡ് ലൈം ട്രീ. അതിന്റെ ഉള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ക്ലിയർ? The boy is gazing at the stormy sky and apparently thinking of his trouble. അല്ലെ, ബോയ് എന്ത് ചെയ്യാണ്? ആ കൊടുങ്കാറ്റിനെ ഇങ്ങനെ വളരെ എന്ത് ചെയ്യാണ്? ഭയങ്കര സംഭവമായിട്ട് തുറിച്ച ആകാശത്തോട്ട് നോക്കിയിരിക്കാണ്. ആ സമയത്ത് അവൻ മറന്നിട്ടുണ്ട് എന്ത്? അവനൊരു പ്രശ്നത്തിൽ, അവനൊരു അപകടത്തിൽ പെട്ടതാണെന്ന് മറന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അത് നോക്കിക്കാണുന്നത്. Hearing footstep and seeing the cobbler, he gives sickly and smile and says അല്ലെ, അവന്റെ ടെറൻഡിയുടെ ഫുഡ് സ്റ്റെപ്പ്, കാലടി ശബ്ദം ഇങ്ങനെ കേട്ടപ്പോ അവൻ എന്ത് ചെയ്യാണ്? he gives sickly smile. അവന് ടെറൻഡിയെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഒന്ന് പുഞ്ചിരിക്കുകയാണ്. and says, എന്നിട്ട് പറയാണ്, oh terrible lot of thunder. എന്തൊരു ഭയാനകരമായിട്ടുള്ള ഒരു ഇടി ടെറൻഡി എന്ന് പറയാണ്. I have never heard so much thunder in all my life. എന്റെ ലൈഫിൽ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇടി കേട്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ആൻഡ് വേർ ഇസ് യുവർ ഹാൻഡ്. അപ്പൊ ടെറൻഡി ചോദിക്കാൻ, നിന്റെ കൈ എവിടെ? അപ്പൊ ഇൻ ദ ഹോൾ, പുൾ ഇറ്റ് ഔട്ട് പ്ലീസ് ടെറൻഡി. ഇതിന്റെ ഉള്ളിലാണ്, ഇത് പുറത്തോട്ട് എടുത്തു തരൂ ടെറൻഡി എന്നാണ് പറയുന്നത്. the wood had broken at the edge of the hole. അല്ലെ, ആ ഹോളിന്റെ അവിടുത്തെ വുഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ എഡ്ജിന്റെ അവിടുത്തെ വുഡ് എന്ത് ചെയ്തിട്ടുണ്ട്? പൊട്ടിപ്പോയിട്ടുണ്ട്. ആൻഡ് ജാംഡ് ഡാനിൽക്ക ഹാൻഡ്സ്. എന്നിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? ഡാനിൽക്കയുടെ ഹാൻഡ് അതിൻ്റെ ഉള്ളിലോട്ട് ജാമാക്കി വെച്ചിട്ടുണ്ട്. ഹി കുഡ് പുഷ് ഇറ്റ് ഫർദർ ഇൻ. അവന് ഉള്ളിലോട്ട് ഇനിയും എടുക്കാൻ കഴിയും, ബട്ട് ഹി കുഡ് നോട്ട് പുൾ ഇറ്റ് ഔട്ട്. പക്ഷെ അവന് പുറത്തോട്ട് കൈ വലിക്കാൻ സാധിക്കില്ല. ടെറൻഡി സ്നാപ്സ് ഓഫ് ദ ബ്രോക്കൺ പീസ്. ടെറൻഡി എന്ത് ചെയ്തു? പൊട്ടിച്ചെടുത്തു കേട്ടോ. സ്നാപ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെടുക്കുകയാണ്. ആ ബാക്കി ഭാഗം അവിടെ പൊട്ടിച്ച് എടുത്തു. ആൻഡ് ദ ബോയ്സ് ഹാൻഡ്. എന്നിട്ട് പൊട്ടിച്ചതിന് ശേഷം ആ കൈ, കുട്ടിയുടെ കൈ പുറത്തോട്ട് എടുത്തു. റെഡ് ആൻഡ് ക്രഷ്ഡ് ഈസ് റിലീസ്ഡ്. അതിപ്പോ റിലീസ് ചെയ്തപ്പോ അവന്റെ കൈ എങ്ങനെ ആയിട്ടുണ്ട്? ഇങ്ങനെ ക്രഷ് ആയിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ അമർന്നിട്ടുണ്ട്. പുറത്ത് നല്ല ചുമന്ന കളറും ആയിട്ടുണ്ട്. ഇറ്റ്സ് ടെറിബിൾ ഹൗ ഇറ്റ്സ് തണ്ടറിങ് ദ ബോയ് സേസ് അഗൈൻ. ഓ, എന്തൊരു ഭയാനകരമായിട്ടുള്ള ഇടി. ഈ ഇടി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് അവൻ ടെറൻഡിയോട് ചോദിക്കുകയാണ്. റബ്ബിങ് ഹിസ് ഹാൻഡ്. അവന്റെ കൈകൾ ഇങ്ങനെ 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 തടവിക്കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, എന്തൊരു ഭയാനകരമായിട്ടുള്ള ഇടിയാ, ഈ ഇടി എവിടെ നിന്നാണ് ടെറൻഡി ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണ്.
വാട്ട് മേക്സ് തണ്ടർ, എന്താണ്, എങ്ങനെയാണ് ഇടി ഉണ്ടാവുന്നത് ടെറൻഡി എന്ന് ചോദിക്കാണ് അല്ലെ. മക്കൾ എങ്ങനെയാണ് അല്ലെ, കുട്ടികൾ എങ്ങനെയാണ്, അവർക്ക് അതൊന്നും ഒരു എന്തെല്ലാം വിഷയമല്ല അല്ലെ, ചെറിയ ചെറിയ അതൊരു നിസ്സാരമായിട്ടേ കാണുള്ളൂ. അവർക്ക് പിന്നെ ചോദ്യങ്ങളാണ് അല്ലെ, മക്കൾക്ക് ഇഷ്ടംപോലെ ചോദ്യം, നമ്മൾ ഉത്തരം പറഞ്ഞ് മടുക്കും അല്ലെ, അത്രത്തോളം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കാം ടെറൻഡി പറഞ്ഞ ആൻസർ നോക്കാം. വൺ ക്ലൗഡ് റൺസ് അഗെയിൻസ്റ്റ് അതർ, ഒരു ക്ലൗഡ് മറ്റൊരു ക്ലൗഡിന്റെ അടുത്തേക്ക് ഓടുമ്പോൾ, മീൻസ് ഒരു ക്ലൗഡ് മറ്റൊരു ക്ലൗഡിനെ പോയി കൂട്ടിമുട്ടുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്. ആൻസേഴ്സ് ദ കോബ്ലർ. കോബ്ലർ മറുപടി പറഞ്ഞു. ദ പാർട്ടി കംസ് ഔട്ട് ഓഫ് ദ കോബ്സ് ആൻഡ് വാക്ക് അലോങ് ദ എഡ്ജസ് ഓഫ് ഇറ്റ് ടുവേർഡ്സ് അല്ലെ. ദ പാർട്ടി കം ഔട്ട് ഓഫ് ദ കോബ്സ്, അവര് 3 പേര് എന്ത് ചെയ്യാണ്, ആ കോബ്സിൽ നിന്നും പുറത്തോട്ട് വന്നു. ആൻഡ് വാക്ക് അലോങ് ദ എഡ്ജസ് ഇറ്റ് ടുവേർഡ്സ് എ ഡാർക്കൻഡ് റോഡ് അല്ലെ, ഒരു ഇരുണ്ട വഴിയിലൂടെ അവർ എന്ത് ചെയ്യാണ്, 3 പേരും ഇങ്ങനെ അതിന്റെ ഇരുണ്ട വഴിയുടെ സൈഡിലൂടെ ഇങ്ങനെ 3 പേരും ഇങ്ങനെ മുന്നോട്ട് നടന്നു. ദ തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ്, ഇടി എന്തായി, സ്വാഭാവികമായിട്ടും ഇടി എന്ത് ചെയ്തു മക്കളെ, അബേറ്റ്സ് മീൻസ് കുറഞ്ഞു വന്നു. ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹേർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. അത് മാത്രമല്ല റംബ്ലിംഗ് പറഞ്ഞാൽ എന്താ, ഇടിമുഴക്ക ശബ്ദവും എന്ത് ചെയ്തു, ദൂരത്തുനിന്ന്, വില്ലേജിന്റെ ഏതോ ദൂരത്തുനിന്ന് കേൾക്കുന്നത് പോലെയായി. പറഞ്ഞാൽ ഇടിയുടെ ശബ്ദവും കുറഞ്ഞു വന്നു. The ducks flew by here the other day. ടെറൻഡിയോട് പറയാണ്, നമ്മുടെ ഡാനിൽക്ക് പറയാണ്, ഞാനിവിടെ കുറച്ച് താറാവോള് കഴിഞ്ഞ ദിവസം ഇതിലെ പാറിപ്പോണത് ഞാൻ കണ്ടിരുന്നു ടെറൻഡി എന്ന്. സേസ് ഡാനിൽക്ക സ്റ്റിൽ റബ്ബിങ് ഹിസ് ഹാൻഡ്. അപ്പോൾ അവന്റെ കൈ അവനിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഫോയിഗ്ല, വുഡ് യു ലൈക്ക് മീ ടു ഷോ യു ആൻഡ് നൈറ്റിംഗേൾസ് നെസ്റ്റ്, ഞാൻ നിനക്ക്, പിന്നെ ഫോയിഗ്ലോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്കൊരു നൈറ്റിംഗിളിന്റെ ഒരു രാപ്പാടിയുടെ കൂടി നിനക്ക് കാണിച്ചു തരട്ടെ ഫോയിഗ്ല എന്ന് ചോദിക്കുകയാണ്. ഡോണ്ട് ടച്ച് ഇറ്റ്, യു മൈറ്റ് ഡിസ്റ്റർബ് ദം സേസ് ടെറൻഡി. അപ്പൊ അവര് അത് കാണിച്ചു കൊടുത്തപ്പോ എന്തോ, ഞാൻ എനിക്ക് രാപ്പാടിയുടെ കൂടി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ടെറൻഡി എന്ത് പറയണു, ഡോണ്ട് ടച്ച് ഇറ്റ്, യു മൈറ്റ് ഡിസ്റ്റർബ് ദം, അതിനെ തൊടരുത്, അത് തൊടരുത്, നീ അവരെ ശല്യം ചെയ്യുമായിരിക്കും ചിലപ്പോൾ. റിംഗിങ് ദ വാട്ടർ ഓഫ് ഹിസ് ക്യാപ്പ്, അങ്ങനെ എങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ക്യാപ്പ് ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ദ നൈറ്റിംഗിൾ ഇസ് എ സിംഗിങ് ബേർഡ്, നൈറ്റിംഗിൾ എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്ന പക്ഷിയാണ്. ഹി has had a voice given him in his throat to gladden the heart of a man. അതിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലെ. അതൊരു പാട്ട് പാടുന്ന പക്ഷിയാണ്. അതിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മുടെ മനുഷ്യരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇറ്റ്സ് എ സിൻ ടു ഡിസ്റ്റർബ് ഹിം, അതിനെ ശല്യം ചെയ്യുന്നത് ഒരു പാപമാണ്, സിന്നാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്താണ്, ഒരു പാപമാണ്. A bright patch of blue appears in the sky. എന്താണ്, a bright patch of blue appears in the sky. ആകാശത്ത് എന്ത് വന്നു, ഒരു നീല നിറമൊക്കെ തിരിച്ചു വന്നു. നേരത്തെ എന്തായിരുന്നു, നീല നിറമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ എന്ത് സംഭവിച്ചു, ആകാശത്ത് ഒരു നീല നിറം ഇങ്ങനെ തിരിച്ചു വന്നു. ആൻഡ് ഹിയർ ആർ സം ബീസ്, അപ്പൊ ക്രൈസ് ഡാനിൽക്ക അല്ലെ, പോയിന്റിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ യങ് ഓക്ക് ട്രീ അല്ലെ. വീണ്ടും ഡാനിൽക്ക് ക്രൈ എന്ന കരയല്ല കേട്ടോ, ഉറക്കം നിലവിളിച്ചുകൊണ്ട് പറയാണ്, ഹിയർ സം ബീസ്. അവിടെയൊക്കെ നോക്കല്ലേ, എന്താണ് അവിടെ, എന്താണ്, ഹിയർ സം ബീസ്, അവിടെ കുറച്ച് തേനീച്ചകളുണ്ട്. ആൻഡ് പോയിന്റിങ് ടു ദ ബ്രാഞ്ച് ഓഫ് എ യങ് ഓക്ക് ട്രീ, ഒരു യങ് ഓക്ക് ട്രീയുടെ ശിഖരത്തിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അവിടെ ഒരുപാട് തേനീച്ചകളുണ്ട്. The wretched and chilled bees are huddled together on the branches. അല്ലെ, the wretched and chilled, wretched പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനെ നനഞ്ഞു കുളിർത്ത് നിൽക്കാന്നൊക്കെ പറയും. നനഞ്ഞിങ്ങനെ കുളിർന്നിങ്ങനെ ഒന്നിച്ച് നമ്മളിങ്ങനെ നനഞ്ഞ് വെള്ളത്തിലൊക്കെ പോയിട്ട് മഴയൊക്കെ കൊണ്ട് നിൽക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കുക. ചില്ലിഡ് പറഞ്ഞ തണുത്ത് വിറച്ച് നിൽക്കുക കേട്ടോ. ബീസ് ആർ ഹഡിൽഡ് ടുഗദർ, ഹഡിൽഡ് പറഞ്ഞ ഇങ്ങനെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തണുത്ത് മരവിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇവരെല്ലാരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് ഹഗ് ചെയ്ത് നിൽക്കുകയാണ് എവിടെ, ഒരു ബ്രാഞ്ചിന്റെ അടുത്ത്. അപ്പൊ തേനീച്ചകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്നതൊന്നും പറഞ്ഞതാണ് കേട്ടോ. There are so many of them that neither bark or leaf can be seen. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാടുണ്ട്. അവിടെ ഉള്ള ലീഫ് കാണാത്ത പോലെ, അവിടെ കൂടി നിൽക്കുന്ന ബേക്കിൽ അവിടെ കാണാത്ത പോലെ, ആ ഇലകളോ മരത്തിലോ ഇതൊന്നും കാണാത്ത പോലെ അത്രത്തോളം അവര് ഉണ്ട്. Many of them are settled on one another. അധികവും ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാണ് അവര് ഇരിക്കുന്നത്.
That's a song of bees. അതെന്താണ്? തേനീച്ച കൂട്ടമാണ്. ടെറൻഡി ഇൻഫോംസ് them. ടെറൻഡി പറയാണ് they were flying looking for a home. അവർ വീട് അന്വേഷിച്ച് പറക്കുകയായിരുന്നു. when the rain came down them they settled. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? മഴ പെയ്തത്. ടെറൻഡി വിശദീകരിച്ചു കൊടുക്കാണ് കേട്ടോ. അവരിങ്ങനെ വീട് അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്തത്. അങ്ങനെയാണ് അവർ അവിടെ ഇരുന്നത്, സെറ്റിൽ ആയത്. if a swan is flying you need only sprinkle water on them to make them settle. തേനീച്ചകൾ ഇങ്ങനെ പറന്നുകൊണ്ട് പോകുമ്പോ നിനക്ക് അവരൊരു സ്ഥലത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവരുടെ മേലിലോട്ട് വെള്ളം ഒഴിച്ചാൽ മതി. Now, if say you wanted to take the swan, you would be bend the branch with them into sack and shake it, and they will all fall in. Now, if ഇനി നിനക്കിപ്പോ you wanted to take a swan, നിനക്ക് ആ കൂട്ടത്തെ പിടിക്കണമെന്നുണ്ടെങ്കിൽ you would bend the branch with it into the sack. നീ എന്ത് ചെയ്യാ? അവിടെ പോയിട്ട് ആ കമ്പ് പൊട്ടിക്കുക. അത് കമ്പ് എടുത്തിട്ട് ആ ബ്രാഞ്ച് പൊട്ടിച്ചിട്ട് ഒരു ചാക്കിലോട്ടാക്കിയിട്ട് എന്ത് ചെയ്യാ? ആ ചാക്കിന്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കൊടഞ്ഞു കൊടുത്താൽ മതി. ആൻഡ് they all fall in. എന്താണ്? അങ്ങനെ എല്ലാതേക്ക് ചാടിക്കോളും അല്ലെ. നല്ല ബുദ്ധിയല്ലേ മക്കളെ? യെസ്, നല്ല ബുദ്ധിയാ. ഡാനിൽക്ക് അല്ലേ ചെറിയ വയസ്സിലായിട്ടുള്ള, അപ്പൊ അവന്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ഒരു കഥ പറയാണ് അല്ലെ. അപ്പൊ അവൻ പറയാണ്, ഇനി നിനക്ക് അഥവാ അതിനെ വേണമെന്നുണ്ടെങ്കിൽ, ആ കൂട്ടത്തെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ് അവരിങ്ങനെ കൂടി നിൽക്കുന്ന ആ കമ്പ് പോയി പൊട്ടിച്ചിട്ട് ഒരു ചാക്കിലോട്ടാക്കിയിട്ട് അതിൻ്റെ അടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കുടഞ്ഞു കൊടുത്താൽ അതൊക്കെ ആ ചാക്കിലോട്ട് ചാടും എന്നാണ് പറയുന്നത്. ലിറ്റിൽ ഫോയ്ഗ്ല സഡൻലി ഫ്രൗൺസ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോയ്ഗ്ലയുടെ നെറ്റി മുഖമൊക്കെ അങ്ങോട്ട് ചുളിഞ്ഞു. ആൻഡ് റബ്സറിനേക്ക്, എന്നിട്ട് അവളുടെ കഴുത്ത് അവൾ നന്നായിട്ട് ഒരതാൻ തുടങ്ങി. ആൻഡ് വിഗോറസ്ലി പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് കേട്ടോ. വിഗോറസ്ലി മീൻസ് വളരെ ശക്തമായിട്ട് അവളുടെ കഴുത്ത് വരുതാൻ തുടങ്ങി. ഹെർ ബ്രദർ ലുക്സ് അറ്റ് ഹെർ നെക്ക് ആൻഡ് സീസ് എ ബിഗ് swelling on it. അവളുടെ ബ്രദർ എന്ത് ചെയ്തു? അവിടെ കഴുത്ത് നോക്കിയപ്പോ എന്താണ്? നന്നായിട്ട് അവിടെ വീർത്തിട്ടുണ്ട്. ഹേയ് ഹേയ് ലോവ്സ് ദ കോബ്ലർ. കോബ്ലർ ചിരിച്ചുകൊണ്ട് പറയാണ്, ഡു നോ വേർ യു ഗോട്ട് ദാറ്റ് ഫ്രം ഫോയ്ഗ്ല ഓൾഡ് ഗേൾ. നിനക്ക് അറിയാമോ മോളെ അത് എവിടെ നിന്നാണ്? നിനക്കത് ആ വീർപ്പ് എവിടെ നിന്നാണ്? എന്താണ് നിനക്ക് സംഭവിച്ചെന്ന് അറിയാമോ? there are Spanish flies on some tree in the wood. ആ വുഡ് മരത്തിൽ എന്തുണ്ട്? ചില സ്പാനിഷ് ആയിട്ടുള്ള ഫ്ലൈസ് ഉണ്ട്. സ്പാനിഷ് തേനീച്ചകൾ അവിടെ ഉണ്ട്. The rain has sprinkled off the. മഴ അവരുടെ മേളിലോട്ട് പോയി തെറിച്ചിട്ടുണ്ടാവും. And drop has fallen on your neck. That's what has made you swelling. അവിടെ പോയി തെറിച്ചിട്ട് പിന്നെ ആ തെറിച്ച അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ മഴത്തുള്ളി അവിടെ പോയി തെറിച്ചിട്ട് അത് അവിടുന്ന് ഇവളുടെ മേളിലോട്ട് തെറിച്ചിട്ടുണ്ടാവും. അവരുടെ മേല് തട്ടിയതിനു ശേഷം ഇവളുടെ നെക്കിലോട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സ്വെല്ലിങ് വന്നത്. The sun appears from behind the cloud and the flood the wood, the field and the three friends with the warm light. The sun appeared behind the cloud. അല്ലെ, മേഘങ്ങൾക്ക് പിന്നിലായിട്ട് ആര് വന്നു മക്കളെ? എല്ലാം ശാന്തമായില്ലേ. മേഘങ്ങൾക്ക് പിന്നിലായിട്ട് ഇപ്പൊ ആര് കാണുന്നുണ്ട്? സൂര്യൻ വന്നു. and the floods of the wood, ലെ മേഘങ്ങൾക്കും മരങ്ങൾക്കും ഒക്കെ ഇടയിലൂടെ എന്തായി? സണ്ണ് വന്നു. ഫീൽഡ്, പാടം, அந்த പാടത്തും മരത്തിലൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ എന്തായി? അവിടെയൊക്കെ എന്ത് വന്നു കാണാനിപ്പോ? സൂര്യപ്രകാശം വന്നു. and the three friends with its warm light. അല്ലെ, ഈ ത്രീ ഫ്രണ്ട്സ് ഇവിടെ ആരും ഉദ്ദേശിച്ചത്? ഇവര് മൂന്നാളാട്ടോ. അവരെന്തായി? ഒന്ന് വാം ലൈറ്റ് ആയി എന്ന് പറഞ്ഞാൽ അവരൊന്ന് ഉഷാറായി. and the dark menacing cloud has gone far away. അല്ലെ, ഡാർക്ക് മെനാൻസിങ് ക്ലൗഡ് അല്ലെ, ആ വളരെ മെനാൻസിങ് ആയിട്ടില്ല, ആ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്ന് പറയാനല്ല, ആ വളരെ ഡാർക്കായിട്ട് വന്നിരുന്ന മേഘങ്ങളൊക്കെ എന്ത് ചെയ്തു? പോയി. and taken the storm within. അല്ലെ, അതിന്റെ കൂടെ എന്ത് ചെയ്തു? കാറ്റും തന്നെ അതിന്റെ കൂടെ പോയി. അപ്പോ കാറ്റുമായി ഒക്കെ പോയി, സൂര്യപ്രകാശമൊക്കെ വന്നു. the air is warm and fragrant. അല്ലെ, എയർ എന്തായി? ചെറിയൊരു ചൂടൊക്കെ അല്ലേ, നല്ല പരിമളമൊക്കെ പടർത്തി നല്ല ചെറിയ ചൂടൊക്കെ ആയിട്ട് അന്തരീക്ഷം ഇങ്ങനെ സെറ്റായി. That herb is given when your nose bleeds, says Terendi. Terendi pointed to woody volley looking flower. അല്ലെ, ഒരു volley looking flower, ഒരു രോമാമൃതമായിട്ടുള്ള ഒരു ഫ്ലവർ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ടെറൻഡി പറയാണ്, നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുമ്പോ വളരെ നല്ലതാണ് ആ മെഡിസിൻ എന്ന്. ആ ഒരു ചെറിയ പൂവ്, ഇങ്ങനെ ഒരു പൂവിനെ കാണിച്ചിട്ട് പറയാണ്, അത് നല്ലൊരു മെഡിസിൻ ആണ്, നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുമ്പോ യൂസ് ചെയ്യാനെന്ന് പറയാണ്. ഇറ്റ് ഡസ് ഗുഡ്, അത് നല്ലതാണ്. ദേ ക്രോസ് ദ റെയിൽവേ ലൈൻ. അവരെന്ത് ചെയ്തു? റെയിൽവേ ലൈൻ ഒക്കെ ക്രോസ് ചെയ്ത് പോയി. ആൻഡ് ഗോയിങ് ഡൗൺ ഫ്രം ദ എംബാക്ക്മെന്റ്. അതിനുശേഷമുള്ള ഒരു ഇതിലൂടെ അവര്
ആ വഴിയിലൂടെ, എംബാങ്ക്മെന്റ് ആ ഒരു ചിറ വഴിയിലൂടെ അവർ നടന്നു. വാക്ക് ടുവേർഡ്സ് എ റിവർ, ആ പുഴയുടെ നേരെയാണ് അവർ, പുഴയിലോട്ടാണ് അവർ നടന്നത്. ദേ വാക്ക് നോട്ട് വിത്ത് എനി ഒബ്ജക്ട്, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, അവരുടെ നടത്തത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. ബട്ട് ജസ്റ്റ് അറ്റ് എ റാൻഡം, ഒരു വെറുതെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ നടന്നു പോവാം. ആൻഡ് ടോക്ക് ഓൾ ദ വേ, അവരെ പോണ വഴിയിലൂടെയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വെറുതെ രസത്തിന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നു പോയി. ഡാനിൽക്ക ആസ്ക് ക്വസ്റ്റ്യൻസ്, ഡാനിൽക്ക് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഡെറൻഡി ആൻസർ ദം, ഡെറൻഡി അതിനിങ്ങനെ ഉത്തരവും പറഞ്ഞ് അവരിങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നുപോയി. ടെറൻഡി ആൻസേഴ്സ് ഓൾ ഹിസ് ക്വസ്റ്റ്യൻ, ടെറൻഡി അവന്റെ എല്ലാ ക്വസ്റ്റ്യനുള്ള ഉത്തരവും പറയും. ആൻഡ് ദർ ഈസ് നോ സീക്രട്ട് ഇൻ നാച്ചർ വിച്ച് ബാറ്റിൽസ് ഹിം, അല്ലെ, വിത്ത് ബാറ്റിൽസ് ഹിം എന്നാണോ, ബാറ്റിൽസ് ഹിം എന്നാണ്. അങ്കിളുമായിട്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അങ്കിളിന് അറിയാത്തതായിട്ടുള്ള ഒരു കാര്യം തന്നെ എന്തില്ല, ഈ പ്രകൃതിയിലില്ല. ഹി നോസ് എവറിത്തിങ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം. ദസ് ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി നോസ് ദ നെയിംസ് ഓഫ് ഓൾ ദ വൈൽഡ് ഫ്ലവർ, കാട്ടിലെ എല്ലാ പൂക്കളുടെ പേരും അറിയാം. അനിമൽസ്, മൃഗങ്ങളുടെ പേര് അറിയാം. സ്റ്റോൺസ്, കല്ലുകളുടെ പേരും അദ്ദേഹത്തിന് അറിയാം. ഹി നോസ് വാട്ട് ഹെൽപ്സ് ക്യൂർ ഡിസീസസ്, ഏതൊക്കെ അസുഖത്തിന് ഏതൊക്കെ മരുന്നാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഹി ഹാസ് നോ ഡിഫിക്കൽറ്റി ഇൻ ടെല്ലിംഗ് ദ ഏജ് ഓഫ് ദ ഹോഴ്സ് ആൻഡ് കൗ, അല്ലെ, ഒരു കുതിരയെയോ ഒരു പശുവിനെയോ കണ്ട അവരുടെ ഏജ് പറയാൻ വരെ, വയസ്സ് പറയാൻ വരെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല, അതുവരെ അദ്ദേഹത്തിന് പറയാൻ കഴിയും. ലുക്കിംഗ് അറ്റ് ദ സൺസെറ്റ് അറ്റ് ദ മൂൺ, അത് മാത്രമാണോ, അല്ല, സൺസെറ്റ് നോക്കിയിട്ട് പറയാൻ കഴിയും. അറ്റ് ദ മൂൺ, ചന്ദ്രനെ നോക്കി പറയാൻ കഴിയും. ദ ബേർഡ്സ്, എല്ലാം പറയാൻ കഴിയും, അല്ലെ. ഹി ക്യാൻ ടെൽ വാട്ട് ദ സോർട്ട് ഓഫ് വെദർ ഇറ്റ് വിൽ ബി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം എന്താണ് കാലാവസ്ഥ, നാളെ എന്തായിരിക്കും കാലാവസ്ഥ എന്ന് വരെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ടെറൻഡി ഹു ഈസ് സോ വൈസ്, ഇതെല്ലാം ടെറൻഡി വളരെ ബുദ്ധിമാനായതുകൊണ്ട് മാത്രമല്ല, ടെറൻഡിക്ക് മാത്രമല്ല ഇതിനെല്ലാം സാധിക്കുക. ആർക്കൊക്കെ സാധിക്കും? സിലാൻഡിസിലിസ് എന്ന് പറയുന്ന വ്യക്തി, ആൻഡ് ഇൻകീപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ പള്ളിയിലൊക്കെ നിൽക്കുന്ന ആളാട്ടോ. ദ മാർക്കറ്റ് ഗാർഡനർ, അല്ലെ, മാർക്കറ്റ് ഗാർഡനർ എന്നൊക്കെ പറയാൻ കഴിയും. ദ ഷിപ്പേർഡ്, അല്ലെ, ആട്ടിടയൻ, ആൻഡ് ഓൾ ദ വില്ലേജസ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും ജനറലി സ്പീക്കിംഗ് നോസ് മച്ച് ആസ് ഹി ഡസ്, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവരോട് ചോദിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. ദിസ് പീപ്പിൾസ് ഹാവ് ലേൺഡ് നോട്ട് ഫ്രം ബുക്സ്, ഇതെല്ലാം, ഈ മനുഷ്യരെല്ലാം ഇത് എവിടെ നിന്ന് പഠിച്ചതല്ല, ബുക്കിൽ നിന്നും പഠിച്ചതല്ല. ബട്ട് ഇൻ ദ ഫീൽഡ്, എവിടെ നിന്നാ മക്കളെ പഠിച്ചത്? ഫീൽഡ്, അവർ പണി ചെയ്യുന്ന ഫീൽഡിൽ നിന്ന്. വുഡ്, അല്ലെ, മരങ്ങളിൽ നിന്ന്, അല്ലെ. ദ റിവർ ബാങ്ക്, അല്ലെ, എന്താണ്, അരുവികളുടെ സൈഡിൽ നിന്ന് പറഞ്ഞത്, അരുവികളിൽ നിന്ന്. ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ദ ബേർഡ്സ് ദംസെൽസ്, ചിലപ്പോൾ അവരുടെ ടീച്ചേഴ്സ് ബേർഡ്സ് വരെ ആവാറുണ്ട്. ഇതാണ് പറയുന്നത് പ്രകൃതി എങ്ങനെയാണ് മക്കളെ ടീച്ചറായത്, ഇങ്ങനെയാണ് കേട്ടോ. ഇവർക്ക് ഈ ടെറൻഡിക്ക് എല്ലാം അറിയുന്നുണ്ട്. ടെറൻഡി ആരതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? പ്രകൃതിയാണ്, അല്ലെ, നാച്ചറാണ്. അപ്പൊ നാച്ചർ ചില സമയത്ത് നമുക്ക് എന്താണ് മക്കളെ? ടീച്ചറാണ്, മെന്ററാണ്, അല്ലെ. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ, ഇങ്ങനെ ഇവർക്കെല്ലാം, ഈ നാട്ടിൻപുറത്തുള്ള ഈ ആളുകൾക്ക് എല്ലാ കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ മറുപടി ഉണ്ട്. അവരിതൊക്കെ ഇവിടുന്ന് പഠിച്ചതാ മക്കളെ? പ്രകൃതിയിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. When they sang to them the sun when it left to glow of the crimson behind it setting, very trees, the wild herbs unto of them. അപ്പൊ അതിന്റെ ബാക്കി തന്നെയാണ്. അവർക്ക് എന്തിനെ കുറിച്ചതാ? When they sang to them, അവർക്ക് വേണ്ടി, പക്ഷികൾ അവർക്ക് വേണ്ടി പാട്ട് പാടി കൊടുക്കുമ്പോൾ the sun when the left is glow of the crimson behind it setting, അല്ലെ, അവിടെ എന്തുണ്ടാവാറുണ്ട്? സൂര്യപ്രകാശം ഇങ്ങനെ താന്നു പോകുന്ന, അസ്തമിക്കുന്നതും കാണാറുണ്ട്. The very trees and the wild herbs, very trees, അല്ലെ, മരങ്ങളെ കുറിച്ച്, the herbs, wild herbs, കാട്ടിലെ മരുന്നുകളെ കുറിച്ച്, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് അവർക്ക് എന്താ അറിയാം? സൂര്യാസ്തമയം അറിയാം, അവിടുത്തെ പക്ഷികൾ എന്താ പാടുന്ന അറിയാം, സൂര്യ ഉദയം അറിയാം, മരങ്ങളെ കുറിച്ച് അറിയാം, മരുന്നുകളെ കുറിച്ച് അറിയാം, എല്ലാം അവർക്കറിയാം. The two of them, the cobbler and the boy, രണ്ടു പേര്, അല്ലെ, ആരൊക്കെ? കോബ്ലറും ബോയും. walk about the field, അവരിങ്ങനെ പാടത്തുകൂടെ, ആ ഫീൽഡിലൂടെ, വരമ്പിലൂടെ ഇങ്ങനെ നടക്കാണ്. ടോക്ക് അൺസീസിൽ, ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആർ നോട്ട് വിയറി, അവർ രണ്ടുപേരും ക്ഷീണിക്കുന്നില്ല. അവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് ക്ഷീണിക്കാത്തത്?
അങ്ങനെ സംസാരിച്ച് പോകുന്നോണ്ടാണ് അല്ലെ. സംസാരിക്കാതെ ഇങ്ങനെ പോകുമ്പോ നമ്മൾ ക്ഷീണിക്കും. സംസാരിച്ചുകൊണ്ട് പോകുമ്പോ അവരെന്ത് നമ്മൾ അറിയില്ല, ക്ഷീണവും എത്ര യാത്ര പോകുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ആൻഡ് ദേ കുഡ് വാണ്ടർ അബൌട്ട് ദ വേൾഡ് ഓഫ് എൻഡ്ലെസ്ലി. അവർക്ക് ഇങ്ങനെ എത്രയും വേണമെങ്കിൽ ഇങ്ങനെ നടക്കാൻ കഴിയും, ലോകത്ത് ഫുള്ള് വേൾഡ് എൻഡ്ലെസ്ലി ആയിട്ട് അല്ലെ. ലോകം ഇങ്ങനെ ഈ നടത്തം ഇങ്ങനെ അവസാനിക്കാതെ അവർക്ക് നടക്കാൻ കഴിയും. കാരണം അവർക്ക് എത്ര വേണമെങ്കിലും നടക്കാൻ. കാരണം അവരെന്തിനെ കുറിച്ച് സംസാരിക്കുന്ന മക്കളെ? പ്രകൃതിയെ കുറിച്ചാണ് അല്ലെ. പ്രകൃതിയെ വളരെ ഇഷ്ടത്തോടു കൂടി ചോദിക്കുന്നു, ഇഷ്ടത്തോടു കൂടി മറുപടി കൊടുക്കുന്നു. അവരങ്ങനെ സംസാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. They walk and in their talk of the beauty of the earth or notice a frail little girl tripping after them. അല്ലെ, അവരിങ്ങനെ നടക്കുന്നുണ്ട്, അവര് പ്രകൃതിയുടെ മനോഹാരിതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെന്ത് ശ്രദ്ധിക്കുന്നില്ല? അവരുടെ ബേക്കിലായിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരുന്ന നമ്മുടെ പാവം ഫോയിഗ്രെ അവര് ശ്രദ്ധിക്കുന്നില്ല. ടുവേഴ്സ് ദ മിഡ് ഡേ, ആ ഒരു മിഡ് ഡേ ടൈം ആയിട്ടോ. ഓൾ ത്രീ സിറ്റ് ഓൺ ദ റിവർ ബാങ്ക്. മൂന്ന് പേര് എന്തായി? ആ പുഴയുടെ തീരത്ത് ഇരുന്നു. ഡാനിൽസ ടേക്സ് ഔട്ട് ഓഫ് ഹിസ് ബാഗ്. ഡാനിൽക്ക് എന്ത് ചെയ്തു? വൈകുന്നേരം ആയല്ലോ അല്ലെ. അവളുടെ ഡാനിൽക്ക അവനെന്ത് ചെയ്തു? ഔട്ട് ഓഫ് ഹിസ് ബാഗ് ആൻഡ് പീസ് ഓഫ് ബ്രെഡ്. അവന്റെ ബാഗിൽ നിന്നും ഒരു പീസ് ഓഫ് ബ്രെഡ് എടുത്തു. ആൻഡ് സോക്ക്ഡ്, എന്നിട്ട് അത് നനച്ചു. ആൻഡ് റെഡ്യൂസ് ടു മാഷ്, എന്നിട്ട് അതിങ്ങനെ മാഷ് ചെയ്തു പറഞ്ഞാൽ നനച്ചതിന് ശേഷം നമ്മള് മാഷ് ചെയ്യൂലേ, നെക്കി പിയ്യാന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്തു കേട്ടോ. ഞെരിക്ക കേട്ടോ, അങ്ങനെ കുഴച്ച് മിക്സ് ചെയ്തു. ആൻഡ് ദേ ബിഗൻ ടു ഈറ്റ്, എന്നിട്ട് അവരത് തിന്നു. ആൻഡ് ദെൻ ടെറൻഡി സേസ്, ടെറൻഡി എന്താ പറയുന്നത്? ടെറൻഡി എന്ത് ചെയ്തു? എ പ്രയർ വെൻ ഹി ഹാസ് ഈറ്റൻ ദ ബ്രെഡ്. അല്ലെ, ബ്രെഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ടെറൻഡി കഴിച്ചത്. Then stretched himself on the sandy bank and falls asleep. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു മണൽ തീരത്ത് ഇങ്ങനെ വിശാലമായിട്ട് കിടന്ന് നന്നായിട്ട് അങ്ങ് ഉറങ്ങി. Okay, while he's asleep, the boy gazes at the water. പക്ഷെ നമ്മുടെ ആൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഡാനിൽക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവൻ ആ പുഴയെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുകയാണ്. അവന് ഉറക്കം വരുന്നില്ല. പോണ്ടറിങ് ആൻഡ് പോണ്ടർ മീൻസ് ഇവിടെ അങ്ങനെ അഗാധമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. ഹി ഹാസ് മെനി ഡിഫറെന്റ് തിങ്സ് ടു തിങ്ക് ഓഫ്. അവന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഹി ഹാസ് ജസ്റ്റ് സീൻ ദ സ്റ്റോം, ബീസ്, ആൻഡ്സ്. അല്ലെ, അവൻ ഇന്ന് കണ്ട കൊടുങ്കാറ്റ്, ഇടി, മഴ, തേനീച്ച, ഉറുമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് ചിന്തിക്കാനുണ്ട്. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലി ടുവേർഡ്സ് ദ ഈവനിങ് അവർ വാണ്ടേഴ്സ് റിട്ടേൺ ടു ദ വില്ലേജ്. അങ്ങനെ വൈകുന്നേരമാണ് അവരെന്ത് ചെയ്തത്? അവരുടെ ആ വാണ്ടറിങ്, ആ യാത്ര, അവരുടെ ആ നടത്തം അവസാനിപ്പിച്ച് അവരവരുടെ വില്ലേജ് ഗ്രാമത്തിലോട്ട് തിരിച്ചു പോകുന്നത്. ദ ചിൽഡ്രൻസ് ഗോ ഫോർ ദ നൈറ്റ് ടു ഡെസേർട്ടഡ് ബാൻ. അല്ലെ, കുട്ടികൾ എങ്ങോട്ടാണ് പോയത്? രാത്രി ഒഴിഞ്ഞു കിടക്കുന്ന പത്തായ പുരയിലോട്ട്, അല്ലെ, ധാന്യപുരയിലോട്ടാണ്, ഒഴിഞ്ഞു കിടക്കുന്ന ധാന്യപുരയിലോട്ടാണ് മക്കൾ പോയത്. ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്. പക്ഷെ ആൺകുട്ടി എന്ത് ചെയ്തില്ല? ഉറങ്ങിയില്ല. He gazes into the darkness. അവൻ ഇരുട്ടിലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. And it seemed to him that he is seeing all that he has seen in the day. അവന്റെ കണ്ണുകളിൽ അവൻ എന്താ കാണുന്നത്? അവൻ എന്ത് കണ്ടുകൊണ്ടിരിക്കുക? അവൻ ഇന്നത്തെ ദിവസം കണ്ട മുഴുവൻ കാഴ്ചകളും അവന്റെ കണ്ണിൽ ഇങ്ങനെ മാറി തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ അവനിങ്ങനെ ഉറങ്ങാതെ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ കിടക്കുകയാണ്. The storm clouds, the bright, the birds, the fish, unlike the terrandi. ഇതെല്ലാം അവൻ ചിന്തിക്കുകയാണ്. ഇന്ന് കണ്ട കാഴ്ചകളായിട്ടുള്ള സ്റ്റോമും കൊടുങ്കാറ്റും മേഘവും ആ ബ്രൈറ്റ്നസ്സും, ദ ബേർഡ്സ്, ബ്രൈറ്റ് മീൻസ് ഉദ്ദേശിച്ച് അവിടെ ഇടിമിന്നലാണ് കേട്ടോ. ദ ബേർഡ്സ്, പക്ഷികൾ, ഫിഷ്, അല്ലെ, എല്ലാ കാര്യങ്ങളും എല്ലാം, ടെറണ്ടിയും എല്ലാം കേട്ടോ. ഹി ലോങ്സ് ടു ടെൽ someone all that is hunting him down. അല്ലെ, ഇന്നത്തെ ആ ഒരു യാത്രയെ കുറിച്ച് അവന് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. But there is no one to tell. പക്ഷെ അവിടെ ആരും തന്നെ അവന് പറയുന്നത് കേൾക്കാൻ അവിടെ ഇല്ല. ഫോയിഗ്ല is too little and could not understand. ഫോയിഗ്ല ആണെങ്കിൽ അവളോട് പറയാൻ വിചാരിച്ചാൽ അവളാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയാണ്, അവൾക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയും ഇല്ല. I will tell Terandi tomorrow, thinks the boy. ഞാൻ ഇതെല്ലാം നാളെ ടെറൻഡിയോട് പറയുമെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ബോയ് ഡാനിൽക്ക. Then the children fall asleep thinking of the homeless cobbler. അല്ലെ, ആ കുട്ടികൾ എന്ത് ചെയ്യാണ്? വീടില്ലാത്ത ആ ചെരുപ്പ് കുത്തിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി. ആൻഡ് ഇൻ ദ നൈറ്റ്, രാത്രി, ടെറൻഡി കംസ് ടു ദം. ടെറൻഡി അവരുടെ അടുത്തോട്ട് വന്നു. ആൻഡ് പുട്സ് ബ്രെഡ് അണ്ടർ ദെയർ ഹെഡ്. എന്നിട്ട് അവരുടെ തലക്ക് മുകളിലായിട്ട് ഒരു ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചു. ആൻഡ് നോ വൺ സീസ് ഹിസ് ലവ്. അവിടെ ആരും തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും കെയറിങ്ങും കാണാനില്ലായിരുന്നു.
ഇറ്റ് ഈസ് സീൻ ഓൺലി ബൈ ദ മൂൺ വിച്ച് ഫ്ലോട്ട്സ് ഇൻ ദ സ്കൈ. ഇത് ആര് കണ്ടു? ആകാശത്തിലൂടെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, മൂൺ മാത്രമാണ് ഇത് കണ്ടത്. ആൻഡ് പീപ്സ് കെയർസ്ലി ത്രൂ ദ ഹോൾസ് ഇൻ ദ വോൾ ഓഫ് ദ ഡിസേർട്ടഡ് ബാൻ. അല്ലെ, നമ്മുടെ ഡെസേർട്ടഡ് ഭാഗമായിട്ടുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ആ ധാന്യപ്പുരിയുടെ ചുമരിന്റെ ഒരു ഹോളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പീപ്പ് ചെയ്തുകൊണ്ട് ആകാശത്തിന്റെ മുകളിൽ നിന്ന് മൂൺ മാത്രമാണ് അദ്ദേഹം കാണിച്ച ആ നന്മ, ആ സ്നേഹം കണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കളെ. സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റോറി ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട്, ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.